പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, എന്നെ പണ്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞു. അത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ മടുപ്പിച്ചുകൊണ്ട് വരുന്ന അവസ്ഥകൾ നമ്മൾക്കുണ്ടാവാം. പലരും നമ്മളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പലരും നമ്മളിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ചോട്ടെ, എന്നാലും നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മിൽ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, MOIC മെഡിക്കൽ കോളേജ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമുക്കെങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. റെയ്മണ്ട് ഹോളിവെൽ എന്ന ഗ്രന്ഥകാരൻ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുവാനിടയായി തീർന്നു: ദ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് ആൻഡ് ദ ഫൂൾ വിൽ നെവർ. ബുദ്ധിയുള്ള മനുഷ്യൻ എപ്പോഴും തൻ്റെ മനസ്സിനെ മാറ്റം വരുത്തുവാൻ ശ്രമിക്കും, എന്നാൽ ബുദ്ധിഹീനനായ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. ശാസ്ത്രം പറയുന്നത് 24 മണിക്കൂറിൽ ഒരു വ്യക്തിയിൽ 30,000 മുതൽ 50,000 വരെ ചിന്തകൾ കടന്നു വരും എന്നുള്ളതാണ്. ഇതിൽ 70 to 80% ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ കഴിയും. ഒരു ദിവസം എത്ര ചിന്തകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്, അതിൽ എത്ര ശതമാനം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നു, അതിൽ എത്ര ശതമാനം നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നു. എന്താണ് പോസിറ്റീവ് തിങ്കിങ് എന്നതിൻ്റെ പ്രാധാന്യം? ഒന്നാമതായി പറഞ്ഞാൽ, ചില വിമർശനങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മുടെ മനസ്സത് പറയുമെങ്കിലും അതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും, എനിക്ക് ഈ കാര്യം ചെയ്യുവാൻ കഴിയും. പലരും നമ്മളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പലരും നമ്മളിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ചോട്ടെ, എന്നാലും നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മിൽ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടത്. 1, റീപ്ലേസ്മെൻറ്റ്. നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യുക, ഒന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക. അതായത് ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്ത് അത് മാറ്റി പോസിറ്റീവായിട്ടൊരു കാര്യം അതിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് വളരെ നല്ലതായിരിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, അടുത്ത ആഴ്ച ഒരു പരീക്ഷയുണ്ട്. കുട്ടികളുടെ ഉദ്ദേശിച്ച് പറയാൻ, ആർക്കാണെങ്കിലും ഒരു പരീക്ഷയുണ്ട്, ഒരു എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, നല്ല രീതിയിൽ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ആവാം, പക്ഷെ എന്നാലും ചിന്തിക്കുകയാണ്, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോയാലോ, ഞാൻ മറന്നു പോകുമോ എന്ന് ചിന്തിക്കാം. രണ്ടാമതായി നമ്മൾക്ക് വീണ്ടും ഇങ്ങനെ ചിന്തിക്കാം, ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിലോ. എല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഒരു തോട്ട്സിനെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട്, എനിക്ക് ഏറ്റവും നന്നായി എക്സാം എഴുതാൻ കഴിയും, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ചോദിക്കും, ഞാനെല്ലാം ഓർമ്മയോടുകൂടെ തന്നെ എഴുതും എന്നൊരു തിങ്കിങ്ങിനെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുവാൻ സാധിക്കും. കാരണം ഈ ഒരു തോട്ട്സ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് നന്നായി പഠിക്കുവാനും അതിൻ്റെ കൂടെ തന്നെ എക്സാമും നന്നായിട്ട് എഴുതുവാനും സ്ട്രെസ് ഇല്ലാതെ എഴുതുവാൻ നമുക്ക് സാധിക്കും. അത് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെ പല എക്സാമ്പിൾസും നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ റീപ്ലേസ് ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ്. ബി താങ്ക്ഫുൾ ഇൻ ഓൾ യു ഹാവ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാറ്റിനോടും ഒരു നന്ദി വേണം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് സറൗണ്ടിങ്സ് ഉള്ള നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ആളുകളിലാവാം, ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഭർത്താവ്, ഭാര്യ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇത്രയും ആളുകൾ നമുക്കുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത, ഒരു പോസിറ്റിവിറ്റി നമുക്ക് വീണ്ടും ജീവിക്കുവാൻ നമ്മളെ സാധിക്കും. എപ്പോഴും നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് നല്ല കാര്യങ്ങൾ, നല്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ ആഴ്ച കഴിയുമ്പോഴും ആ ഓരോ ദിവസത്തെ ഒന്ന് വായിക്കുമ്പോൾ, ഇത്രയൊക്കെ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞല്ലോ, ബി താങ്ക്ഫുൾ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ മേലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെ മേലും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ഒരു നന്ദി. ബി താങ്ക്ഫുൾ ടു എവറിത്തിങ് ദാറ്റ് യു ഹാവ്. മൂന്നാമതായി പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്.
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബി പ്രസൻറ്റ്. നമ്മളുടെ ഇപ്പോഴത്തെ ഫ്യൂച്ചറിൽ, അതായത് ഇന്നലെ പാസ്റ്റിൽ നമുക്ക് വന്ന കാര്യങ്ങൾ നമ്മളത് ഓർത്തുകൊണ്ടിരുന്നാൽ, നമ്മളത് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് വീണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫ്യൂച്ചറിൽ മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ കഴിയുന്നതെന്ന് ഓർത്ത് ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബി പ്രസൻറ്റ്, ലീവ് ഇൻ പ്രസൻറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൂടുതലും നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടൊരു ലൈഫ് നമുക്കുണ്ടാകുവാൻ സാധിക്കും. മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ചെയ്യുക. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, എന്നെ പണ്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞു. അത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ മടുപ്പിച്ചുകൊണ്ട് വരുന്ന അവസ്ഥകൾ നമ്മൾക്കുണ്ടാവാം. അതിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കുക. നാലാമതായിട്ട് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാം. അതായത് എപ്പോഴും നമ്മളിപ്പോൾ ഓരോ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്കിത് പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചിലവർക്ക് ചില സിറ്റുവേഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതായിരിക്കും. പക്ഷെ എന്നാലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാണും എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നോർത്തിട്ട് മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക. അഞ്ചാമതായിട്ട് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും പ്രകൃതിയോട് ലവ് യുവർ നേച്ചർ, പ്രകൃതിയെ വളരെ സ്നേഹിക്കുന്നവരായിരിക്കുക. നമ്മുടെ മൃഗങ്ങൾ, പെറ്റ്സ്, ഇവരെയൊക്കെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, പ്രകൃതിയോട് നമ്മൾ ഇണങ്ങി ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. ആറാമതായി പറഞ്ഞാൽ, നല്ല ബുക്സ് വായിക്കുക. പോസിറ്റീവ് എനർജി നൽകുന്ന ബുക്ക് സെലക്ട് ചെയ്ത് എന്നും അത് വായിച്ച് ജസ്റ്റ് ഒരു 1 പേജായാലും മതി, എന്നും അത് വായിച്ച് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഏഴാമതായി പറഞ്ഞാൽ, ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എപ്പോഴും ടുവേർഡ്സ് തിങ്കിങ് ആയിരിക്കണം. അതായത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ടുവേർഡ്സ് തിങ്കിങ് 2 കാര്യങ്ങളാണ്. 2 തിങ്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ടുവേർഡ്സ് തിങ്കിങ് ആൻഡ് എവേ ഫ്രം തിങ്കിങ്. ടുവേർഡ്സ് തിങ്കിങ് ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം, അതായത് എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ലെവലിലാവണം എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യബോധം നമുക്ക് വേണം. ആ ചിന്ത നമ്മൾ കൊടുക്കണം. അതല്ലാതെ ഇപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക, ഡോണ്ട് തിങ്ക് അബൌട്ട് ലയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ സിംഹത്തെ പറ്റി ഇപ്പം ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇമേജ് തന്നെ നമ്മുടെ ബ്രെയിൻ ഫോം ചെയ്യും. അതായത് സിംഹത്തെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കും. എന്ത് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിലും ബ്രെയിനിലുമൊക്കെ നമ്മളത് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഡോണ്ട് എന്നുള്ളൊരു വാക്ക് നമ്മളത് യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കഴിയുന്ന കാര്യങ്ങളിലേക്ക്, ടുവേർഡ്സ് തിങ്കിങ്ങിലേക്ക് മാറുക. എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും, എനിക്ക് നല്ലതായിട്ടൊരു ജീവിതം നയിക്കുവാൻ കഴിയും, എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയും. അല്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല, ഡോണ്ട്, ആ ഒരു വേർഡ്സ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ജീവിതം കൂടുതലും പോസിറ്റീവായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫ്, ഒരു പോസിറ്റീവ് 24 hours പോസിറ്റീവ് ആവുന്നില്ല. പോസിറ്റീവ് എന്തുകൊണ്ടാവുന്നത്? നമ്മൾ ജീവിതത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയാണ് നമ്മൾ പോസിറ്റീവ് ആവുന്നത്. നമുക്കും മറ്റുള്ളവർക്കും സമൂഹത്തിനും വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ജീവിക്കുവാൻ ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കഴിയും. നന്ദി, നമസ്കാരം. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.